നിനക്ക് ചിലപ്പോ എന്നെ അറിയാൻ സാധ്യതയില്ല. ഇല്ല, എനിക്കറിയാം. ഞാൻ ഫസ്റ്റ് സീസൺ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ എല്ലാരും അറിയുന്നതല്ലല്ലോ. എടാ, ബിഗ് ബോസ് മാത്രമല്ല, ബാംഗ്ലൂർ ലോഡും കൊണ്ടുപോയ പാണ്ടലൂർ ഡ്രൈവർ വരെ കേട്ട് മന്നവേന്ദ്രനായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ യുദ്ധം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നിട്ടെ കുറെ ദൂരം പോയി കഴിഞ്ഞിട്ട് സൈന്യാധിപൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരുമില്ല പിറകില്. കാര്യം കംപ്ലീറ്റ് തീർന്ന്. കാക്കളാ ക്ലൈക്കളി സുമേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മൈന. അടുത്തത് മുറ്റത്തൊരു മൈനയ്ക്ക് പരിപ്പ് കൊടുക്കുന്നു, ചപ്പാത്തി കൊടുക്കുന്നു, തുണിയിലക്കി കൊടുക്കുന്നു. അവസാനം എന്തിന് വന്നെന്ന് പോലും അറിഞ്ഞുകൂടാതെ നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ തലങ്ങും മെലങ്ങും ഓടി നടക്കരുത്. ചില ആളുകളുടെ പുറത്ത് ചെതൽപ്പുറ്റൊക്കെ രൂപം പ്രാപിച്ച്. കാര്യം സാബുമോന്റെ വരവും കാത്തിരിക്കുകയാണ് സ്ക്രീനില്. വരുവടാ, വരും, ഇപ്പൊ വരും, നോക്കിക്കോ. ഒരു അണ്ണ കാണുന്നില്ല, അണ്ണ നോക്കിക്കോ. ആ അവസ്ഥയിലാണ് സാബുമാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഷാനോസ് 2-3 പേരുടെ ജോലി കളഞ്ഞു വിടുന്നു. കാര്യം ഇതുങ്ങളെല്ലാം കൂടെ വിളിക്കുന്ന ചെറിയും വായിക്കൊള്ളാത്ത സാധനങ്ങളും കൂടെ ബീപ്പ് അടിക്കാൻ വേണ്ടി 3 പേരെ എക്സ്ട്രാ ഡെയിലി വേജസിന് എടുത്ത് വെച്ചിരുന്നു. ഒരു ആശ്വാസം വന്നപ്പോൾ അവരെ 3 പേരെ പറഞ്ഞു വിട്ടു. സാബു ചേട്ടന്റെ മുഖത്തായാലും ഞാൻ അതിശക്തമായിട്ട് നിറയൊഴിക്കുന്ന പോലെ, തോക്കിൽ നിന്ന് ഉണ്ട ചൂണ്ടുന്നത് പോലെ കൃത്യമായിട്ട് നേർക്ക് ചൂണ്ടിയിട്ട് പറയും. ഇപ്പൊ അനീഷ് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞതിന് പകരം പറയുന്ന സമയത്ത് ഈ നെഞ്ചിലേക്ക് വെടിയുണ്ട എന്നൊക്കെ പറഞ്ഞ് ദാറ്റ്സ് വെരി ഡ്രമാറ്റിക്.